നമസ്കാരം. പുതുവത്സര ദിനത്തിൽ മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തിൽ 4 പേർ വെടിയേറ്റു കൊല്ലപ്പെട്ടു. തൗബാൽ ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അജ്ഞാതരായ ഒരു സംഘം ആളുകൾ കൊള്ളയടിക്കാനാണ് എത്തിയതെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത്. വെടിവയ്പ്പിന് പിന്നാലെ നാട്ടുകാർ അക്രമികളെത്തിയ വാഹനം തീയിട്ട് നശിപ്പിച്ചു. സംഘർഷത്തെ തുടർന്ന് 5 ജില്ലകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് മന്ത്രിമാരുടെയും MLA-മാരുടെയും അടിയന്തര യോഗം വിളിച്ചു. കൊല്ലപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. കൂടുതൽ പോലീസ് സംഘത്തെ സംഘർഷ മേഖലയിലേക്ക് അയച്ചു. കുറ്റവാളികളെ പിടികൂടാൻ നാട്ടുകാർ സഹായിക്കണം. നിയമത്തിന് വിധേയമായി നീതി നടപ്പാക്കാൻ സർക്കാർ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു കൗമാരക്കാരൻ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണമുണ്ടായി. തൗബാലിലെ മെയ്തേ മുസ്ലിം മേഖലയായ ലിലോങ്ങിൽ പോലീസ് യൂണിഫോമിലെത്തിയ തീവ്ര മെയ്തേ സംഘടനകളിലെ ആയുധധാരികൾ ജനക്കൂട്ടത്തിന് നേരെ യന്ത്രത്തോക്കുകൾ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു. ക്ഷുഭിതരായ ജനക്കൂട്ടം അക്രമികളുടെ 2 വാഹനങ്ങൾക്ക് തീയിട്ടു. ഇംഫാൽ താഴ്വരയിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തി. കലാപത്തിൽ പങ്കാളികളല്ലാത്ത പങ്കൽ വിഭാഗക്കാർക്കു നേരെ പ്രത്യക്ഷമായ ആക്രമണം ഉണ്ടാകുന്നത് ആദ്യമാണ്. കലാപത്തിൽ പങ്കാളികളായ കുക്കി മെയ്തേ വിഭാഗക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു പങ്കലുകൾ. കൊള്ളയ്ക്കായി എത്തിയ ഭീകര സംഘത്തെ എതിർത്തവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം മെയ് 3-ന് ആരംഭിച്ച വംശീയ കലാപത്തിൽ 200-ലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടു. 1,00,000-ലധികം പേർ ഭവനരഹിതരായി. അതേസമയം മണിപ്പൂരിൽ വംശഹത്യയുടേതിന് തുല്യമായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവർ അതൊന്നും അറിഞ്ഞില്ലെന്ന നാട്യത്തോടെ സൗഹൃദം നടിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. 4 വോട്ടിന് വേണ്ടി നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ എല്ലാവരും തിരിച്ചറിയുമെന്ന് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മണിപ്പൂർ ആക്രമണത്തിൽ ക്രൈസ്തവ സഭകൾ വലിയ തോതിൽ പ്രതിഷേധം നടത്തേണ്ടി വന്നു. സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾക്കൊന്നും സഭകൾ തയ്യാറാകാറില്ല. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അവിടത്തുകാർ അനുഭവിച്ച കൊടും ക്രൂരത കണ്ടില്ലെന്ന് നടിക്കാൻ സഭകൾക്കായില്ല. അവിടെ ആക്രമണത്തിന് നേതൃത്വം നൽകിയവർ ഇരകളോടുള്ള എല്ലാ ശത്രുതയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ സൗഹൃദ നീക്കം നടത്തുന്നുണ്ട്. വോട്ടിനു വേണ്ടിയുള്ള ഈ നീക്കം വിലപ്പോവില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം മണിപ്പൂരിൽ ഡിസംബർ 31-ന് ഉച്ചകഴിഞ്ഞ് 3:50-ഓടെ തെങ്നൌപാൽ ജില്ലയിലെ മോറയിൽ അജ്ഞാതരായ തോക്കുധാരികളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ കനത്ത വെടിവെപ്പിൽ മണിപ്പൂർ പോലീസ് കമാൻഡോയ്ക്ക് പരിക്കേറ്റിരുന്നു. അതിർത്തി പട്ടണമായ മൊറയിൽ നിന്ന് കീ ലൊക്കേഷൻ പോയിന്റിലേക്ക് പോകുമ്പോൾ തോക്കുധാരികൾ പോലീസ് വാഹനങ്ങളെ ലക്ഷ്യമിട്ട് അക്രമം നടത്തുകയായിരുന്നു. കമാൻഡോകൾക്ക് പരിക്കേറ്റതായാണ് ലഭ്യമായ റിപ്പോർട്ട്. ഇംഫാൽ മൊറേ റോഡിലെ എംചഹ്നോ വില്ലേജ് സെക്ഷൻ മുറിച്ചു കടക്കുന്നതിനിടെ ആക്രമണത്തിൽ ഒരു കമാൻഡോയ്ക്ക് പരിക്കേറ്റതായും ഒരു ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. പരിക്കേറ്റ കമാൻഡോ 5IRBയിലെ പൊൻഖലുങ് ആണെന്ന് തിരിച്ചറിഞ്ഞതായും അധികൃതർ പിന്നീട് പറഞ്ഞു. തെങ്നൌപാൽ ജില്ലയിലെ മോറേ വാർഡ് നമ്പർ 9 ചിക്കിംഗ്നെങ്കിൽ മോറയുടെ കമാൻഡോ ടീമിന് നേരെ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയും ബോംബെറിയുകയും ചെയ്തുവെന്നും മണിപ്പൂർ പോലീസ് കമാൻഡോകൾ പ്രദേശത്ത് പതിവ് നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് സംഭവമെന്നുമാണ് പോലീസ് പറഞ്ഞത്. തുടക്കത്തിൽ 2 ബോംബുകൾ പൊട്ടിത്തെറിച്ചുവെന്നും തുടർന്ന് 350 മുതൽ 400 റൗണ്ടുകൾ വരെ വെടിവെപ്പുണ്ടായെന്നുമാണ് പോലീസ് പറഞ്ഞത്. ന്യൂ മോറേ പ്രവേശന കവാടത്തിനും എംചഹ്നു ഗ്രാമത്തിനും സമീപം വെടിവെപ്പ് തുടരുകയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. മെയ് 3-ന് തുടങ്ങിയ സംഘർഷം ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇംഫാലിൽ നിന്ന് 45 കിലോമീറ്റർ അകലെയുള്ള മലയോര ജില്ലയായ കാങ്പോകിൽ ഒരു കൗമാരക്കാരനെ അജ്ഞാതർ വെടിവെച്ചു കൊന്ന സംഭവവും ഈ അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു.